നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു മിനിയേച്ചർ ഗിത്താറാണ്. അപ്പോൾ ഗിത്താർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ വേണ്ടത് ചെറിയൊരു കാർഡ്ബോർഡ്. ഇപ്പോൾ കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ബുക്കിൻ്റെ ഒക്കെ പുറംചട്ടയില്ലേ, അതാണെങ്കിൽ എടുക്കാൻ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പീസ് ഓഫ് കാർഡ്ബോർഡാണ്. ഇനി ഇതിൽ നമുക്ക് ഗിത്താർ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ ഗിത്താറിൻ്റെ ഷേപ്പിൽ ഇവിടെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇങ്ങനത്തെ ബ്ലേഡ് വെച്ചിട്ട് ഞാനൊന്ന് മുറിച്ചെടുക്കുക. അങ്ങനെ ഞാനിത് ഇവിടെ വെച്ച് നോക്കിയപ്പോൾ എത്ര നീളം വേണമെന്ന് മനസ്സിലായി. അപ്പോൾ ആ നീളത്തിൽ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് ഒരു വലിയ നീളത്തിൽ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിനെ രണ്ടെണ്ണമാക്കി മടക്കി. അപ്പം ഇവിടെ എഡ്ജിൽ നമുക്ക് ബാക്കി ഇവിടുത്തെ ഒരു സാധനങ്ങളൊക്കെ ഇല്ല, ഫിറ്റ് ചെയ്യാനുള്ളതാ. പിന്നെ ഇങ്ങനെ രണ്ടെണ്ണമായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കട്ടിങ് കൂടി കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇതിന് നടുക്കായിട്ട് ഒരെണ്ണത്തിൽ മാത്രം ഇവിടെ ഒരു റൗണ്ടിലൊരു ഹോൾ ഇടും. അങ്ങനെ ഞാനിപ്പോൾ ഇതിനുള്ളിൽ റൗണ്ട് ഇട്ടെടുത്തു. ഇനി ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ നേരത്ത് ഇവിടെ ഒരു ഒത്തിരി സ്പേസ് ഉണ്ടാവുമല്ലോ. ആ സ്പേസിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വിട്ട് നോക്കിയിട്ട് നമ്മളൊരു പേപ്പർ ഇങ്ങനെ നീളത്തിൽ, ഒരു പേപ്പറല്ല, ഒരു കാർഡ്ബോർഡ് തന്നെ ഒരു സെന്റിമീറ്റർ കനത്തിലോ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ മതിയാവും. 1 സെന്റിമീറ്റർ കനത്തിൽ വെട്ടിയെടുക്കും. ഇതിപ്പോൾ ഞാനൊരു 1 സെന്റിമീറ്റർ ഇല്ല, 0.5 എടുത്തിട്ടുള്ളൂ. അതായത് സ്കെയിലിൻ്റെ 1 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഈ 1 സെന്റിമീറ്റർ വരെ ഇല്ലേ, എടുക്കുമ്പോൾ കുറച്ചുകൂടി വിത്ത് കൂടുതലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ 0.5 വെച്ചിട്ടാണ് എടുത്തത്. ഈ ജസ്റ്റ് ഇതൊരു പെൻസിലിൽ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടൊന്ന് വളയ്ക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റോൾ ചെയ്തെടുത്തത്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസിൽ ആദ്യം ഗിത്താറിന് വയ്ക്കുക. ശേഷം ഇത് ഇവിടെ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നു. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. അങ്ങനെ നമ്മൾ ഒരു 0.5 വെട്ടി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഇതിൻ്റെ ഈ എല്ലാ എഡ്ജിലും കൂടെ ഇങ്ങനെ ആ ഷേപ്പിൽ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്വിക്കാണ്, ഫ്ലെക്സ് വിനൈലിൻ്റെ. അതെന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഗ്ലൂ ഗണ്ണോ ഇല്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ, ഫെവിക്കോൾ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പേപ്പറൊക്കെ ഒട്ടിക്കാൻ എപ്പോഴും നല്ലത് ഫെവിക്കോൾ തന്നെയാണ്. ഇവിടെ കറക്റ്റ് എത്തുന്നതനുസരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ബാക്കി വന്നേക്കുന്ന ബാക്കി വെട്ടി കൊടുക്കുകയാണെങ്കിൽ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വെട്ടിക്കെടുത്ത് നമുക്കിത് ഫുള്ള് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഫൈനലി നമ്മൾ ഇവിടെ വരെ ഒട്ടിച്ചെടുത്തു. ഒട്ടിച്ചെടുത്തപ്പോൾ എനിക്കിവിടെ ഒരു ഇത്തിരി പീസ് ഞാൻ വെട്ടിക്ക് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഇവിടെ ഇത്തിരി പീസ് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ വേറൊരു പീസ് മുകളിൽ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇത് മുകളിൽ വയ്ക്കുക. നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്ട്രിങ് നമുക്ക് ഈ ബോർഡിലോട്ട് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ. അപ്പോൾ പീസ് വയ്ക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഇതിപ്പോൾ പേപ്പർ മറ്റേ ബുക്കിൻ്റെ ഓറഞ്ചട്ടയുടെ കാർഡ്ബോർഡാണ് എടുത്തേക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രിങ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് 6 ഹോൾ ഇടണം. അപ്പോൾ ഇതുപോലത്തെ കാർഡ്ബോർഡിൽ ഹോൾ ഇടുകയാണെങ്കിൽ ആ കാർഡ്ബോർഡ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ കട്ടിയുള്ള പേപ്പറിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ബുക്കിൻ്റെ പുറംചട്ട ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും കട്ടിയുണ്ട്.
ഇനി നമ്മൾ ഇവിടെ 6 ഈ ഒരു ഭാഗം ഇരിക്കുന്നില്ലേ, ഈ ഒരു ഭാഗത്തിൽ നമ്മൾ ഇനി 6 ഹോൾ ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും ഒരു സൂചിയോ അല്ലെങ്കിൽ പിന്നോ വെച്ചിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. then നമുക്ക് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ നമ്മുടെ മറ്റേ കാർഡ്ബോർഡ് വെച്ചിട്ട് ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു ചെറിയൊരു പീസ് വെട്ടിയെടുത്തേക്കാണ്. ഈ വെട്ടിയെടുത്തിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് മാക്സിമം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇതിന്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ഗിറ്റാറിന്റെ ഇവിടേക്ക് ചെറിയ ചെറിയ സാധനങ്ങളാണ് വെക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒട്ടിച്ചേക്കുന്നത് നമ്മുടെ ഈർക്കിലി തന്നെ, ഈർക്കിലി എടുത്തിട്ട് ആ ഈർക്കിലിനെ ഞാനൊന്ന് ചെറുതായിട്ട് മിനുസപ്പെടുത്തി എടുത്തപ്പോൾ ചെറുതായിട്ടൊരു റൗണ്ട് പോലെ കിട്ടി. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ അളവിൽ വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് വരുന്ന സ്ട്രിങ്, അതായത് ഗിറ്റാറിന്റെ ഇവിടുന്ന് വരുന്ന സ്ട്രിങ് ഇവിടേക്ക് കൊണ്ടുവന്നാണ് നമുക്ക് കെട്ടേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ചിങ്ങനെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യണം ചെറിയ നീളത്തിൽ. 3 എണ്ണമാണ് ഒരു വശത്ത് വേണ്ടത്. അങ്ങനെ 6 എണ്ണം ഇവിടെ പൊട്ടിക്കണം. അതിനായിട്ട് നമ്മൾ ചെറിയ ഹൈറ്റില്, ഇത്രയൊക്കെ ഹൈറ്റില് നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇതിനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും 6 എണ്ണം അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളെ ഗിറ്റാറിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എല്ലാ പരിപാടി എന്ന് വെച്ചാൽ ഇതിലൊട്ടിക്കലെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടെക്സ്ചർ പെയിന്റോ അല്ലെങ്കിൽ ഒരു ബേസ് പെയിന്റോ കൊടുക്കുക. കുറച്ചും കൂടി നന്നായിട്ട് പെയിന്റ് ചെയ്യുമ്പോൾ ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ടെക്സ്ചർ പെയിന്റ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് പെയിന്റും കൂടി മിക്സ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ മറ്റേ ടാൽക്കം പൗഡർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ടാൽക്കം പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടെ നേരെ ഇരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പെയിന്റ്, അക്രൈലിക് പെയിന്റ് നന്നായിട്ട് ബേസ് കൊടുത്തിട്ട് ബാക്കി പെയിന്റ് തന്നെ പിന്നെ കളർ പെയിന്റ് അടിച്ചു കൊടുത്താലും മതി. വൈറ്റ് അക്രൈലിക് പെയിന്റ് നമ്മൾ ആ ബേസ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ബേസ് പെയിന്റ് ഒന്ന് കൊടുക്കാം. നമ്മൾ ബേസ് പെയിന്റ് എല്ലായിടത്തും കൊടുത്തു. പെട്ടെന്ന് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി. നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് സ്ട്രിങ് കൊടുക്കണം. സ്ട്രിങ് കൊടുക്കാനുള്ള സാധനം നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലായിരുന്നു. അതിന് ഞാനിവിടെ 6 ഹോൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നൂല് കയറ്റാണ് വേണ്ടത്. ഇതിവിടെ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചു കൊടുത്ത് നൂല് കയറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഗിറ്റാറ് ഒന്നും കൂടെ പെയിന്റ് ചെയ്യാം. അങ്ങനെ ഗിറ്റാറ് ഫുൾ പെയിന്റ് അടിച്ചു. ഇപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ബ്ലാക്ക് കളറാണ് കൊടുത്തത്. പിന്നെ ഇവിടെ ബ്ലാക്ക് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്ട്രിങ് ഇതിലോട്ട് കോർക്കാനുള്ളതാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ ഹോൾ ഇട്ട് വെച്ചില്ലായിരുന്നു. അതിലേക്ക് നമ്മുടെ സൂചി വെച്ചിട്ട് തന്നെ കോർത്ത് നൂലെടുത്തു. അങ്ങനെ 6 സ്ട്രിങ്ങിലോട്ടും 6 ഹോളിലോട്ടും ഞാൻ ഇതുപോലെ നൂല് കയറ്റാൻ പോകാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കെട്ടിട്ടെടുത്തു. അപ്പോൾ ഈ കെട്ടിടുന്ന ഭാഗം ഏതാണെന്ന് നേരത്തെ പറയാൻ ഞാൻ മറന്നുപോയി. ഈ മുകളിലോട്ട് ഈ ഒരു നമ്മൾ വേറെ ഒരെണ്ണം കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്തില്ല, മുകളിലോട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട് വേണം, അതായത് കണ്ട ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് വേണം, ഈ വശം വേണം താഴേട്ട് കെട്ടാൻ. ഇനി എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുക. ഈ കെട്ട് വരുന്ന ഭാഗം ഒതുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതാണ് ഇനി ചെയ്യാനുള്ളത്. നമ്മളത് ഒട്ടിച്ചു. ഇനി ഓരോ നൂലും എടുത്തിട്ട് ആദ്യത്തെ നൂലെടുക്കുക. ഈ ഇവിടുത്തെ ഒരു കമ്പിയിലോട്ട് ചുറ്റി കൊടുക്കുക. സൂക്ഷിച്ച് ചുറ്റണം. ഇങ്ങനെ ഓരോന്നും
ഓരോന്നെടുത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നാണ് ഇനി അടുത്തത്. പിന്നെ ഗിറ്റാറ് ഫൈനൽ റെഡിയായി. ഇനി ഇത് നമുക്കൊരു സ്റ്റാൻഡിലായിട്ട് വെക്കാം. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 2 ചെറിയ മുളന്തണ്ടാണ്, മുളയുടെ കമ്പ്. അതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ചരിഞ്ഞിരിക്കുന്ന രീതിക്കാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗിറ്റാർ ഇങ്ങനെ ചരിഞ്ഞിട്ടിരുന്നു.